ഇങ്ങനത്തെ സോഫ്റ്റായ അപ്പത്തിന് പച്ചരിയും ഉഴുന്നും ഒന്നും വേണ്ട. എന്നാലും നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. എങ്ങനെ നോക്കിയാലോ? ഞങ്ങളുടെ വീട്ടിൽ അപ്പം ചുടാൻ വേണ്ടിയിട്ട് അരി ഉണ്ടോ നോക്കിയപ്പോൾ അരിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ അപ്പമാവ് ഉണ്ടാക്കാൻ അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക. ഞാൻ 3 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ജാറിലേക്ക് നമ്മൾ മിക്സ് ആക്കിയ മാവ് ചേർത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചിരകിയ തേങ്ങയും 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് അരക്കണം. ഞാൻ ചേർക്കാൻ മറന്നു, പിന്നീട് ചേർത്ത് അരച്ചത്. ഇതായപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രാവിലെ വെച്ച് ചുട്ടെടുക്കാം. മാവ് പൊങ്ങി വരാൻ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാ പൊങ്ങി വരിക. അപ്പോൾ ഞാൻ രാവിലെ എണിച്ച് നോക്കി, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. മറ്റേ അപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിലും ചുട്ട ഇതിനേക്കായി നന്നായിട്ടുണ്ടാവും. ഇവിടെ അപ്പച്ചട്ടിയിൽ അപ്പം കിട്ടില്ല, അപ്പോൾ ഞങ്ങൾ ഈ ചട്ടിയിൽ അപ്പം ചുടൽ. ഒരു വട്ടം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയുള്ള അപ്പം ചുടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.